നമ്മുടെ മക്കൾക്ക് എതിരെ ആയിട്ടുള്ളൊരു പ്രാർത്ഥന നമ്മൾ ഒരിക്കലും നടത്താൻ പാടുള്ളതല്ല. ഒരു സമയത്തും നമ്മൾ നമ്മുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ തിന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും നന്നാവൂല എന്ന് സ്വന്തം പിതാവ് ആ മകനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അല്ലാഹു ജല്ല ജലാലുഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പൊന്നുമോന് ഒരിക്കലും നന്നാവൂല. നമ്മുടെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നന്മ മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. നല്ലത് വരട്ടെ എന്ന് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. നീ നന്നാവൂലടാ എന്നുള്ള പോലെ എതിരായിട്ടുള്ള ദുആ ചെയ്താൽ അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും നന്നാവൂല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നന്മ മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. എതിരായിട്ടുള്ള പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കരുത്. അത് അല്ലാഹു സ്വീകരിച്ചാൽ നമ്മുടെ മക്കൾ ഒരിക്കലും നന്നാവൂല. ഒരിക്കൽ അലിയാർ തങ്ങള് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുതിയാപ്പളയാണല്ലോ, കരളിന്റെ കഷ്ണമായ ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ അവിടുത്തെ ഭർത്താവാണല്ലോ അലിയാർ തങ്ങള്. അലിയാർ തങ്ങൾ ഒരിക്കൽ വീട്ടിലേക്ക് കയറി വന്നപ്പോ അവിടുന്ന് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വല്ലാതെ കരയുകയാണ്. അവിടുന്ന് വല്ലാതെ പൊട്ടി കരയുകയാണ്. അലിയാർ തങ്ങൾ ചോദിക്കുകയാണ്, ഫാത്തിമ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? എന്താണ് നിന്റെ പ്രയാസം ഫാത്തിമ? നിനക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത് ഫാത്തിമ? അലിയാർ തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുകയാണ്, അവിടുന്ന് രണ്ട് കൈയും കാണിച്ചു കൊടുക്കുകയാണ്, അലിയേ എന്റെ കൈ വല്ലാതെ വേദനിക്കുന്നു, അലിയേ എന്റെ കൈ വല്ലാതെ വേദനിക്കുന്നു അലിയേ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കല്ല് ഉരുട്ടുന്നൊരു സ്വഭാവമുണ്ട്. അതാ ഗോതമ്പ് കൊണ്ടുവന്നിട്ട് അലിയാർ തങ്ങൾ ഗോതമ്പ് കൊണ്ടുവരുമ്പോൾ ആ ഗോതമ്പ് കല്ലിലിട്ട് പൊടിക്കുന്നു. ആ കല്ല് ആട്ടുന്ന സമയത്ത്, ഒരുപാട് സമയം ആട്ടുന്ന സമയത്ത് കൈ വല്ലാതെ വേദനിക്കുന്നു. വേദന കൂടിയപ്പോൾ അലിയാർ തങ്ങളോട് പറഞ്ഞു, അലിയേ എന്റെ കൈ വല്ലാതെ വേദനിക്കുന്നു അലിയേ, എന്റെ കൈ വല്ലാതെ വേദനിക്കുന്നു അലിയേ. അലിയാർ തങ്ങൾ പറയുകയാണ്, ഫാത്തിമ ഉപ്പയോട് പറയൂ ഫാത്തിമ, ഉപ്പാന്റെ അടുക്കൽ ഒരുപാട് അടിമയുണ്ടല്ലോ, ഉപ്പാന്റെ അടുത്ത് ഒരുപാട് അടിമയുണ്ടല്ലോ, ഒരടിമയെ തരാൻ പറയൂ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് അതാ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ഉമ്മ മാത്രമേ ഉള്ളൂ. ഉമ്മാനോട് ചോദിക്കുകയാണ്, ഉമ്മ വാപ്പ എവിടെയെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ഉമ്മ പറയുകയാണ്, ഉപ്പ പുറത്തു പോയിരിക്കുകയാണ്. ഫാത്തിമ ബീബിക്ക് വല്ലാതെ സങ്കടം വരികയാണ്. ഫാത്തിമ ബീബിക്ക് വല്ലാതെ സങ്കടം വരികയാണ്. അവിടുന്ന് അതാ ഉമ്മ ചോദിക്കുകയാണ്, എന്തേ മോളെ വന്നത്, എന്തേ മോളെ എന്ന് വന്നതെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് എല്ലാ കഥകളും പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുന്ന് കൈ കാണിച്ചു കൊടുക്കുന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഉമ്മയോട് പറഞ്ഞു കൊടുക്കുന്നു, ഉമ്മ
ഉപ്പ വന്നു കഴിഞ്ഞാൽ പറയണം ഒരടിമയെ തരാ, പണിയെടുത്തു ക്ഷീണിച്ചു ഉമ്മ, കൈവല്ലാതെ വേദനിക്കുന്നു ഉമ്മ. ഉപ്പ വന്നാൽ പറഞ്ഞു കൊടുക്കണം ഉമ്മ, എനിക്കൊരടിമയെ തരാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉമ്മ പറയുകയാണ്, മോളെ ഉപ്പ വന്നാ ഞാൻ പറയാ, മോള് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലെത്തിയപ്പോൾ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, പൊന്നുമോൾ ഇന്ന് വന്നിരുന്നു, ഫാത്തിമ ഇന്ന് വന്നിരുന്നു നബിയേ, ഫാത്തിമ ഇന്ന് വന്നിരുന്നു നബിയേ. അവിടുന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, എന്തിനാണ് ഫാത്തിമ വന്നത്, എന്തിനാണ് ഫാത്തിമ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ എല്ലാ കഥകളും പറഞ്ഞു കൊടുക്കുന്നു, എല്ലാ കഥകളും പറഞ്ഞു കൊടുക്കുകയാണ്. ഫാത്തിമാന്റെ കൈ വല്ലാതെ വേദനിക്കുന്നു, ഒരടിമയെ കൊടുക്കാ പറഞ്ഞു നബിയേ, ഒരുപാട് അടിമകളുണ്ടല്ലോ, ഒരടിമയെ കൊടുക്കാൻ ഫാത്തിമ പറഞ്ഞു നബിയേ. ആ പാതിരാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എനിക്കെന്റെ ഫാത്തിമയെ കാണണോ, എനിക്കെന്റെ ഫാത്തിമയെ കാണണോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, പാതിരാ സമയമാണല്ലോ, പാതിരാ സമയമാണല്ലോ, നേരം പുലർന്നിട്ട് പോയാൽ പോരെ, പകല് പോയാ പോരെ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് അള്ളാന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആയിഷ, എന്റെ പൊന്നുമോളെ എനിക്ക് കാണണം ആയിഷ. ആ പാതിരാത്രിയില്ലതാ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടുന്ന് വാതിൽ മുട്ടുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വാതിൽ തുറക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വാതിൽ തുറക്കുന്നു. വാതിൽ തുറന്നപ്പോൾ അരിയാർ കിടക്കുന്നുണ്ടായിരുന്നു. അരിയാർ പെട്ടെന്ന് ചാടി എണീക്കുകയാണോ. എന്നിട്ടതാ ഫാത്തിമ ബീബിയെയും അരിയാർ തങ്ങളെയും അതാ ഇരുത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ രണ്ടുപേരുടെ നടുവിലിരിക്കുകയാണ്. രണ്ട് പേരുടെയും നടുവിലിരിക്കുകയാണോ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ്. കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ്, ഫാത്തിമ, ഭർത്താവിന് സേവനം ചെയ്താലുള്ള പ്രതിഫലം അറിയുമോ ഫാത്തിമ? ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലുള്ള പ്രതിഫലം അറിയുമോ? നിന്റെ മക്കളെ നീ നോക്കിയാലുള്ള പ്രതിഫലം നിനക്കറിയുമോ? ഭർത്താവിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്താൽ അതിന്റെ പ്രതിഫലം അറിയുമോ ഫാത്തിമ? എന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ്, ഫാത്തിമ, നിനക്ക് അടിമയെ വേണോ ഫാത്തിമ? അല്ലെങ്കിൽ പ്രതിഫലം വേണോ ഫാത്തിമ? അവിടുന്ന് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഫാത്തിമ, നീ കിടക്കുന്ന സമയത്ത് 3 കാര്യങ്ങൾ ചെയ്യണം ഫാത്തിമ. 3 കാര്യങ്ങൾ ചെയ്യണം ഫാത്തിമ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് നീ 33 തവണ പറഞ്ഞുകൊണ്ട് കിടക്കണം ഫാത്തിമ.
അലിയാർ തങ്ങൾ പറയുകയാണ് ഫമാ തറക്തുഹാ ബഅദ സമിഅതുഹാ റസൂലുള്ളാഹ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തതായ ദിക്റുണ്ടല്ലോ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അതാ അന്ന് മുതൽ ഇന്ന് വരെ മരിക്കുന്നത് വരെ അത് ഒഴിവാക്കിയിട്ടില്ല അവിടുന്ന് ചരിത്രം പറയുകയാണ് മുഹാജിറുകൾ അതാ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ് യാ റസൂലല്ലാഹ് പണക്കാരെല്ലാം സ്വർഗത്തിലേക്ക് പോകുന്നു നബിയേ പണമുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്നു നബിയേ അവരതാ ഹജ്ജും ഉംറയും സകാത്തുകളൊക്കെ കൊടുത്തിട്ട് അവർ സ്വർഗത്തിലേക്ക് പോകുന്നു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരേ ഞങ്ങൾക്ക് എന്താണ് പ്രതിഫലം എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബ നിങ്ങൾക്കും ഈ പ്രതിഫലം കിട്ടണോ എന്നാൽ ഹജ്ജും ഉംറയും സകാത്തുമെല്ലാം കൊടുക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് കിട്ടണോ ഫർള് നിസ്കാരമുണ്ടല്ലോ 5 വക്ത് ഫർള് നിസ്കാരമുണ്ടല്ലോ ആ നിസ്കാരം കഴിഞ്ഞ സമയത്ത് ഉടനെ തന്നെ നിങ്ങൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രതിഫലം കിട്ടുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ